കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികളുടെ പരമോന്നത തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിൽ നടന്ന കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോൾ സിനിമാ ലോകത്തെ പ്രമുഖരിലേക്കും അന്വേഷണ ഏജൻസികളിലേക്കും നീണ്ടിരിക്കുകയാണ്. ഭക്തർ സമർപ്പിച്ച സ്വർണത്തിന്റെ അളവിൽ വന്ന കുറവും ദേവസ്വം ബോർഡിന്റെ രേഖകളിലെ അപാകതകളുമാണ് ഈ വലിയ അന്വേഷണത്തിന് വഴിതെളിച്ചത്. മലയാള സിനിമയിലെ മുൻനിര നായകന്മാരായ മോഹൻലാൽ, ദിലീപ്, സുരേഷ് ഗോപി എന്നിവരുടെ മൊഴികൾ വിജിലൻസ് രേഖപ്പെടുത്തിയതോടെ കേസ് പുതിയൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ശബരിമലയിലെ പഴയ കൊടിമരം മാറ്റി പുതിയത് സ്ഥാപിക്കാൻ തീരുമാനിച്ച സമയത്ത് വലിയ തോതിലുള്ള സ്വർണമാണ് ആവശ്യമായി വന്നത്. കൊടിമരത്തിൽ സ്വർണം പൂശുന്നതിനായി ദേവസ്വം ബോർഡ് നേരിട്ട് വാങ്ങിയ സ്വർണത്തിന് പുറമെ ഭക്തരിൽ നിന്നും വഴിപാടായി സ്വർണം സ്വീകരിച്ചിരുന്നു. എന്നാൽ പണി പൂർത്തിയായപ്പോൾ ഉപയോഗിച്ച സ്വർണവും ലഭിച്ച സ്വർണവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് ദേവസ്വം വിജിലൻസ് തന്നെ കണ്ടെത്തി. ഏകദേശം 30 പവനിലധികം സ്വർണം എവിടെ പോയി എന്നതിനെക്കുറിച്ച് കൃത്യമായ രേഖകളില്ല എന്നതാണ് നിലവിലെ പ്രധാന പ്രശ്നം. കൊടിമര പുനഃപ്രതിഷ്ഠയുടെ സമയത്ത് സ്വർണം നൽകിയ പ്രമുഖരുടെ പട്ടികയിൽ സിനിമാ താരങ്ങളുടെ പേരുകളും ഉണ്ടായിരുന്നു. കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലാണ് സിനിമാ മേഖലയിൽ ഉള്ളവർ ഈ സൽപ്രവർത്തിക്കായി ഒത്തുചേർന്നത്. എന്നാൽ ഓരോരുത്തരും എത്രത്തോളം സ്വർണം നൽകി എന്നതിനെക്കുറിച്ച് ദേവസ്വം ബോർഡിന്റെ പക്കൽ വ്യക്തമായ കണക്കുകളില്ല. ഈ സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ എത്ര സ്വർണം കൈമാറി എന്ന് സ്ഥിരീകരിക്കാൻ വിജിലൻസ് താരങ്ങളെ നേരിട്ട് കാണാൻ തീരുമാനിച്ചത്. തിരുവനന്തപുരത്ത് വെച്ചാണ് മോഹൻലാലിന്റെ മൊഴി വിജിലൻസ് സംഘം രേഖപ്പെടുത്തിയതും. സുഹൃത്തായ സുരേഷ് ഗോപി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് താൻ സ്വർണം നൽകിയതെന്ന് അദ്ദേഹം മൊഴി നൽകി. 2 പവൻ സ്വർണമാണ് അദ്ദേഹം നൽകിയത്. തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണം ഒരു സുഹൃത്ത് വഴിയാണ് പമ്പയിൽ എത്തിച്ചത്. കൊച്ചിയിൽ വെച്ചാണ് ദിലീപിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. കൊടിമര നിർമ്മാണത്തിനായി നൽകിയ സംഭാവനയെക്കുറിച്ചും അതിന്റെ കൈമാറ്റ രീതിയെക്കുറിച്ചും വിജിലൻസ് അദ്ദേഹത്തോട് ചോദിച്ചറിഞ്ഞു. സുരേഷ് ഗോപി ഇക്കാര്യങ്ങൾ ഏകോപിപ്പിച്ചു എന്നാണ് താരങ്ങൾ നൽകിയ പൊതുവായ മൊഴി. ഈ സ്വർണ്ണ സംഭാവനയുടെ പ്രധാന സംഘാടകൻ സുരേഷ് ഗോപിയായിരുന്നു. സ്വർണത്തിന്റെ അളവിനെക്കുറിച്ച് കൃത്യമായ കണക്കുകൾ തന്റെ പക്കൽ ഇല്ലെന്നാണ് അദ്ദേഹം അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. കൂടുതൽ താരങ്ങളോട് സംഭാവന നൽകാൻ താൻ നിർദ്ദേശിച്ചിരുന്നുവെന്നും അദ്ദേഹം മൊഴി നൽകി. സിനിമാ നിർമ്മാതാക്കളായ സുരേഷ് കുമാർ, സംവിധായകരായ രഞ്ജി പണിക്കർ, ഷാജി കൈലാസ് എന്നിവരും മൊഴി നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. വിജിലൻസ് കണ്ടെത്തിയ കണക്കുകൾ പ്രകാരം ലഭിച്ച സ്വർണത്തിന്റെ വിവരങ്ങൾ ഇവയാണ്. ദേവസ്വം ബോർഡ് വാങ്ങിയത് 9 കിലോ 160 ഗ്രാം, ഭക്തർ നൽകിയത് 412 ഗ്രാം, ആകെ ലഭിച്ചത് 9 കിലോ 570 ഗ്രാം, ഉപയോഗിച്ചത് 9 കിലോ 340 ഗ്രാം, കാണാതായത് 233 ഗ്രാം. രേഖകളിൽ 27 പേർ മാത്രമാണ് സ്വർണം നൽകിയതെന്ന് കാണിച്ചിട്ടുള്ളതെങ്കിലും പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് അതിലധികം പേർ സ്വർണം നൽകിയിട്ടുണ്ട്. ഈ അധികമായി ലഭിച്ച സ്വർണം എവിടെ പോയി എന്നതിലാണ് അന്വേഷണം കേന്ദ്രീകരിക്കുന്നത്. ഡിവൈഎസ്പി പി ഹരി CS-ന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക വിജിലൻസ് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ദക്ഷിണ മേഖല SP-ക്കാണ് ഇതിന്റെ മേൽനോട്ട ചുമതല. 3 വിജിലൻസ് യൂണിറ്റുകളിലെ ഇൻസ്പെക്ടർമാർ കൂടി ഉൾപ്പെടുന്ന വിപുലമായ സംഘമാണ് ഓരോരുത്തരുടെ മൊഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നത്. ശബരിമല പോലുള്ളൊരു പുണ്യസ്ഥലത്ത് ഭക്തർ നൽകുന്ന കാണിക്കയിലും വഴിപാടിലും ഇത്തരമൊരു തിരിമറി നടന്നു എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. കൊടിമര പുനഃപ്രതിഷ്ഠ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി നടന്നുവെങ്കിലും അതിന്റെ പിന്നാമ്പുറത്ത് നടന്ന സാമ്പത്തിക ക്രമക്കേടുകൾ പുറത്തു വരണമെന്നാണ് ഭക്തരുടെ ആവശ്യം. ശബരിമല കൊടിമര വിവാദം കേവലം ഒരു സാമ്പത്തിക തിരിമറി എന്നതിലുപരി ദേവസ്വം ബോർഡിന്റെ സുതാര്യതയെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറിയിരിക്കുന്നു. താരങ്ങളുടെ മൊഴിയെടുക്കുന്നതിലൂടെ സ്വർണത്തിന്റെ കൃത്യമായ അളവ് കണ്ടെത്താൻ വിജിലൻസിന് കഴിയുമെന്നാണ് കരുതപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ സിനിമാ പ്രവർത്തകരുടെയും ഉദ്യോഗസ്ഥരുടെയും മൊഴികൾ രേഖപ്പെടുത്തുന്നതോടെ ഈ സ്വർണ്ണക്കടത്തിന് പിന്നിലെ യഥാർത്ഥ വസ്തുതകൾ പുറത്തുവരുമെന്നും പ്രതീക്ഷിക്കുന്നു. ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കണക്കിലെ അപാകതകളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നടപടികളും വീഴ്ചകളും അതീവ ഗൗരവകരമായ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ദേവസ്വം വിജിലൻസ് തന്നെ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ സുതാര്യക്കുറവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കൊടിമരത്തിൽ പൂശാനായി 9 കിലോയിലധികം സ്വർണം കസ്റ്റംസിൽ നിന്നും നേരിട്ട് വാങ്ങിയതിനൊപ്പം ഭക്തരിൽ നിന്നും സ്വർണം സ്വീകരിക്കാൻ ബോർഡ് അനുമതി നൽകിയിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ലഭിക്കുന്ന സ്വർണം കൃത്യമായി രേഖപ്പെടുത്തുന്നതിൽ ബോർഡ് പരാജയപ്പെട്ടുവെന്നാണ് ആക്ഷേപം. ഔദ്യോഗിക രേഖകൾ പ്രകാരം 27 പേർ മാത്രമാണ് സ്വർണം നൽകിയതെന്നാണ് ബോർഡ് പറയുന്നത്. എന്നാൽ പ്രമുഖ താരങ്ങൾ അടക്കം ഒട്ടേറെ പേർ സ്വർണം നൽകിയതായി ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ സ്വർണമെല്ലാം ഏത് അക്കൗണ്ടിലേക്കാണ് പോയതെന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡിന് വ്യക്തമായ മറുപടിയില്ല. കൊടിമരത്തിൽ സ്വർണം പൂശിക്കഴിഞ്ഞ് ബാക്കി വന്ന 30 പവനിലധികം സ്വർണം സ്ട്രോങ് റൂമിലേക്ക് മാറ്റുന്നതിലോ സ്റ്റോക്ക് രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നതിലോ ബോർഡ് ഉദ്യോഗസ്ഥർ ജാഗ്രത കാട്ടിയില്ലെന്നും വിജിലൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ക്രമക്കേട് പുറത്തു വന്നതോടെ ദേവസ്വം ബോർഡ് ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നുവെങ്കിലും പോലീസിന്റെയും വിജിലൻസിന്റെയും ഇടപെടലോടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി. സ്വർണം കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ പരിശോധിക്കാൻ ബോർഡ് നിലവിൽ നിർബന്ധിതരാവുകയായിരുന്നു. ചുരുക്കത്തിൽ ഭക്തരുടെ വിശ്വാസത്തെയും കാണിക്കയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ കണക്കിലെ കളികൾ വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതോടെ ബോർഡിന്റെ കൃത്യമായ പങ്ക് വ്യക്തമാകും.